ആൻഡ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റ് റൈഡാണ്. പക്ഷേ ഈ നൈറ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നൊരു സർപ്രൈസാണ് കേട്ടോ ഇത്. ശരിക്കും അഞ്ജിത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ സർപ്രൈസ്. ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു. അപ്പം ജോലി കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ഒരുങ്ങണേ നമുക്ക് പുറത്ത് വരെ പോകണമെന്ന്. അപ്പം ഞാൻ കരുതി എന്തോ അഞ്ജിത്ത് മെഡിക്കൽ റെപ്പാണ് കേട്ടോ, അപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാനോ എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ റെഡി ആവാം, ഒരുപാട് സമയമെങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കോളാൻ പറഞ്ഞ് ഞാനിങ്ങനെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി. എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല, ജസ്റ്റ് എങ്ങനെയോ കിട്ടിയൊരു വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഒന്നുമില്ല, നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ മണ്ണപ്പത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ച് എവിടെയെങ്കിലും പോകാനായിട്ടായിരിക്കുമെന്ന് എൻ്റെ വീട്ടിലും കാണാം. പക്ഷേ അല്ല ഗൈസ്, എന്നിട്ട് എൻ്റെ അടുത്ത് എന്നെ മേളിൽ കൊണ്ടുവന്നിട്ട് എനിക്കിതേ സ്ട്രോബെറി ഷേക്ക് മേടിച്ച് തരുന്നു, ഷവർമ കഴിക്കുന്നു. എനിക്കറിയത്തില്ല, എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലും വലിയ സന്തോഷമാണ്. ഒരുപാട് വലിയ വലിയ സർപ്രൈസുകളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മീൻസ് എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് ഇവൻ്റെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ്റെ കൂടെ പുറത്ത് വന്ന് എനിക്കിഷ്ടമാണ്. ഇവൻ്റെ അടുത്ത് അടിയിടുന്നത് എനിക്കിഷ്ടമാണ്. അടിയെന്ന് പറഞ്ഞാൽ എന്താണ്, ഞങ്ങളങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഞാൻ ഇതുവരെ അടിയിട്ടിട്ടില്ല, ഞാൻ ചിരിശം കളയാറുണ്ട്. പക്ഷേ അഞ്ജിത്ത് ചെയ്യുന്നത് തെറ്റാണെന്ന് ആസ് എ പാർട്ട്ണർ എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാറുമുണ്ട്. അതിന് എൻ്റെ മോഡ് ഓഫ് ദേഷ്യം എന്ന് പറയുന്നത് ഞാൻ സൈലൻ്റ് ആവും, ഞാൻ മിണ്ടാറില്ല, ചിലപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതും കൂടിപ്പോയാൽ 1-2 ദിവസം, അതിൽ കൂടുതലൊന്നും എനിക്കങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. പക്ഷേ എന്താണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായെങ്കിൽ 8 മാസമായെങ്കിൽ ഈ 8 മാസത്തിൽ ഒരു തവണ പോലും അഞ്ജിത്ത് എൻ്റെ അടുത്ത് തിരിച്ച് ദേഷിച്ചിട്ടില്ല ഗൈസ്. ദേഷിച്ചിട്ടില്ല മീൻസ് എൻ്റെ അടുത്ത് ഒന്നിനും എന്നെ വഴക്ക് പറയാറില്ല അങ്ങനെ. പക്ഷേ ഈ 8 വർഷം പ്രേമിച്ചപ്പം എൻ്റെ ദൈവമേ, ഞങ്ങൾ അടിയിടാത്ത ഒരു ദിവസമില്ല, ഞങ്ങൾ മിണ്ടുന്നൊരു ദിവസമില്ല. 24/7 ഞങ്ങൾ ബ്ലോഗ്ഡാണ്. ഞാൻ അവൻ എന്നെ ബ്ലോഗാക്കുന്നില്ല, പക്ഷേ ഞാൻ ഇടയ്ക്കിടെ. അപ്പം എന്തായാലും അവിടെ സർപ്രൈസിലേക്ക് പറയുമ്പം അങ്ങനെ എന്നെ കൊണ്ടുവന്ന് എനിക്ക് ഷേക്കൊക്കെ മേടിച്ച് തന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. ലാസ്റ്റ് കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു, എന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ല മണ്ണപ്പം, എനിക്ക് ആ എൻട്രി കിട്ടിയില്ല കയറി വരുന്നതൊന്നും. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചിറങ്ങാൻ നേരം ഞാനത് ഫുള്ളെടുത്ത് കേട്ടോ. ഇപ്പം നമ്മൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരം നമുക്ക് ഫുഡ് കുറേ ലേറ്റായിട്ടാണ് കിട്ടിയത്. പിന്നെ വീട്ടിലേക്ക് പാഴ്സൽ കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ. അപ്പോൾ ഈ വന്ന പാഴ്സൽ പറഞ്ഞപ്പോഴത്തേക്ക് അവർ നമുക്കവിടെ അവർ കഴിക്കാനായിട്ട് കൊണ്ടു തന്നു. ഓർഡർ ചെയ്ത കണക്ക് നമുക്ക് അവിടെ കഴിക്കാൻ കൊണ്ടു തന്നു. അപ്പോൾ പുതിയ ആളാണ് അവിടുത്തെ കുക്ക്, അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടായിരുന്നു. പുതിയ ആളായതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് അല്ലാണ്ട് നല്ല ഫുഡായിരുന്നു, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ബേക്കറി, ഈ മ്യൂസിയം ഒക്കെ പോകുമ്പോൾ നമ്മളെങ്ങനെ, അതേപോലെ തന്നെ എനിക്ക് ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, അതേപോലെ എനിക്ക് ബേക്കറിയിലൊക്കെ കയറിയാൽ, പിന്നെ കോസ്മെറ്റിക്സ്, അങ്ങനെ ഡ്രസ്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിന്. അല്ല എനിക്ക് ഈ മ്യൂസിയം അതൊന്നും പോയി കാണണം, സൂ കാണണം, അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്കിതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ കേട്ടോ. കടകൾ കണ്ടാൽ ഞാനിങ്ങനെ വായും പൊളന്ന് നിൽക്കും. എനിക്കിഷ്ടമാണ്, നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് നമ്മൾ പാഴ്സലിന് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കിട്ടിയ സമയത്താണ് ഞാൻ ആ മണ്ഡപം ഫുൾ എക്സ്പ്ലോർ ചെയ്ത് എന്തൊക്കെ സാധനം എവിടെയാണ് എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ഞാൻ നോക്കി, വീഡിയോ ഒക്കെ എടുത്ത്. നമ്മുടെ ഈ ഒരു കുണ്ട്രയിൽ അത്യാവശ്യം പേര് കേട്ടിട്ടുള്ള ഒരു ബേക്കറി കൂടിയാണ്, ബേക്കറിക്കം റെസ്റ്റോറൻ്റാണിത്. അപ്പം മണ്ണപ്പം എന്ന് പറയുന്നത് അങ്ങനെ കുറേ ഔട്ട്ലെറ്റ് ഉണ്ട്. ഏറ്റവും എനിക്ക് തോന്നുന്നു ഇത്രയും സൂപ്പറായിട്ട് നടക്കുന്നത് നമ്മുടെ പള്ളിമുക്കിൽ തന്നെയാണ്. ശരിക്കും ഇപ്പോൾ ഈ മണ്ണപ്പം നിൽക്കുന്ന സ്ഥലമാണോ അതിൻ്റെ തൊട്ടപ്പുറത്താണോ എന്നറിയില്ല. ഞാൻ +1 ട്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ ബ്രില്യൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ടായിരുന്നു. അത് ഇവിടെയാണോ അത് തൊട്ടപ്പുറത്താണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇതാണ് നമ്മുടെ കുണ്ട്രയിലെ മണ്ണപ്പത്തിൻ്റെ ഔട്ട്ലെറ്റ്. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. നമ്മുടെ കുഴിമതിക്കാട് ഒരെണ്ണമുണ്ട്, പക്ഷേ അതിനേക്കാളും പള്ളിമുക്കിലത് ഇവിടെയാണ്. പിന്നെ നമ്മൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് സർപ്രൈസ് തന്നതായതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്കൊരു സർപ്രൈസ് ട്രീറ്റ് തന്ന സ്ഥിതിക്ക് നമുക്കിനി തിരിച്ചു പോകുന്ന വീഡിയോയും അഞ്ജിത്തിൻ്റെ നാടൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ കല്യാണത്തിന് മുന്നേ ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ കല്യാണം കഴിഞ്ഞ് മാക്സിമം അഞ്ജിത്ത് അതിനും വേണ്ടി എന്നെ ഹാപ്പി ആക്കുന്നുണ്ട് കേട്ടോ. പറ്റുന്നിടത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്, എന്നെ വീട്ടിൽ കൊണ്ടുപോകും, സിനിമയ്ക്ക് കൊണ്ടുപോകും, ഫുഡ് മേടിച്ച് തരും, അങ്ങനെയൊക്കെ. അതിനിടയിലാണ് കേട്ടോ ഇത് പറയാതെ പോലും കൊണ്ടുപോകുന്നത്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആറുമുറിക്കടയ്ക്കാണ് കേട്ടോ. ആറുമുറിക്കട വഴി ടേൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നതാണ് നമ്മുടെ ആറുമുറിക്കട വലിയ പള്ളി. ഞാൻ കാണിച്ചു തരാം. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ വലിയ പള്ളി
വന്നിട്ടില്ല, അത് ഇപ്പോൾ എത്തും. ആ വലിയ പള്ളിയാണ് നമ്മുടെ ആറുമുറിക്കട വലിയ പള്ളി. അങ്ങനെ പള്ളിയും കുറേ വളവും ഒക്കെ കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് നമ്മുടെ അഞ്ചത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കുഴിമതിക്കാടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇവിടുത്തെ റോഡാണ് ഭയങ്കര റോഡ്. ഞാൻ ഫസ്റ്റ് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒരു തവണ ബസ്സിൽ പോയിട്ട് തിരിച്ച് വരാൻ നേരം നമുക്ക് വീഗാലാൻഡോ വണ്ടർലാൻഡോ ഒന്നും വേണ്ട, ബസ്സിലിങ്ങനെ ഇരുന്ന് കൊടുത്താൽ നല്ല അടിപൊളി റൈഡ് കഴിഞ്ഞ് വീട്ടിൽ വരാം. അങ്ങനെ സിക്സാങ് മോഷനിലാണ് കേട്ടോ. എന്താ അഞ്ചത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ കുത്തും, പക്ഷേ സത്യമായിട്ട് പറയണമല്ലോ കേസ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കുഴിമതിക്കാട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ചെല്ലുന്നത്, ഞാൻ അഞ്ചത്ത് പ്രൈമറി സ്കൂളിൽ പഠിച്ച സ്കൂൾ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് +2 വരെ അഞ്ചത്ത് അഭ്യാസം കാണിച്ച സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അഞ്ചത്ത് 4ാം ക്ലാസ് വരെ അങ്ങോട്ട് പഠിച്ച സ്കൂളാണ്. ഓക്കെ, 4ാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെയാണെങ്കിൽ ഇത് നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് അഞ്ചത്ത് ഗുസ്തി പഠിച്ചിടം, അതായത് +2 വരെ പഠിച്ച നമ്മുടെ കുഴിമതിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതാണ് നമ്മുടെ കുഴിമതിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ. കണ്ടില്ലേ, ഇവിടെയായിരുന്നു പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് അഫെയറൊക്കെ ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ കുഴിമതിക്കാട് ജംഗ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ മണ്ണപ്പം കുഴിമതിക്കാട് ഉണ്ടെന്നത്. ഇതാണ് അതിൻ്റെ ചെറിയൊരു ഔട്ട്ലെറ്റ്. ഇതാണ് നമ്മുടെ കുഴിമതിക്കാട് മണ്ണപ്പം. ഇനി നേരെ വരുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റംസാനെ കാണാൻ പോയത്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ടോ എന്നറിയാൻ വയ്യ. നമ്മുടെ റിംക സ്കൂൾ ഓഫ് ഡാൻസ് പണ്ട് നമ്മുടെ ഇതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിഷ്ണു മധുവാണ് ഇത് നടത്തുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, പണ്ട് അമൃത TV-യിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സൂപ്പർ ഡാൻസർ. അപ്പോൾ അതിനകത്ത് വന്ന വിഷ്ണു മധുവാണ് കേട്ടോ ഇത്. അന്ന് ഞാൻ അവൻ്റെ ഒരു ഫാനായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ, അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് അവനാണ് അതെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവൻ്റെ വീട്ടിലല്ല സോറി ഇവിടെ ഇത് കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാമൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതാണ് അടുത്ത വളവ്. അങ്ങനെ ഒരു 10-12 വളവിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ അടുത്തെത്താറായി, വീടിൻ്റെ അടുത്തെത്താറായി കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടില്ലേ, ആ വീടാണ് നമ്മുടെ അഞ്ചത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ആ വീട്. അതാണ് നമ്മുടെ അഞ്ചത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശരത്ത്. പുള്ളിക്കാരൻ ഇപ്പോൾ കാനഡയിലാണ്, ബുജി ശരത്ത് എന്നാണ് ഇവരൊക്കെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്. അത് കഴിഞ്ഞ് വരുമ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ഗുരുമന്ദിരമൊക്കെ ഉണ്ട്. ഇതാണ് അഞ്ചത്തിൻ്റെ നാട്ടിലെ ഗുരുമന്ദിരം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുമ്പം ഈ റോഡിൻ്റെ എൻഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബിൽഡിങ്. ആ ബിൽഡിംഗ് ആയിരുന്നു ഞാൻ ഇവിടെ വരുന്ന സമയം തൊട്ട് എനിക്ക് വീട് കണ്ടുപിടിക്കാനുള്ള ലാൻഡ്മാർക്ക്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും കൊറിയറൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലാൻഡ്മാർക്കാണ് ആ കാണുന്ന ബിൽഡിങ്. ഇതാണ് നമ്മുടെ നാട്ടിലെ CMA ക്ലബ്ബ്. ഇതാണ് നമ്മുടെ ക്ലബ്ബ്. അങ്ങനെ രാത്രിയിലെ വായ്നോട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പാഴ്സലൊക്കെ വെച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഏകദേശം നമ്മുടെ വീടെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമായതുകൊണ്ട് അത് നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.